വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചിലവിട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പിന് ഗവേണിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് സ്റ്റേഡിയത്തിന്റെ ചുമതല ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറുവാൻ തീരുമാനമായത്. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ കേടെക്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എത്തിയ അധ്യാപകർ കടുത്ത ദുരിതത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലാത്തതാണ് അധ്യാപകരെ വലച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ PMAY ലിസ്റ്റിൽ വന്ന ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. 579 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കോടൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ സ്പോർട്സ് കൗൺസിൽ 18.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതലയ്ക്ക് ഗവേണിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത്. സ്പോർട്സ് ഡയറക്ടറേറ്റ്, കിറ്റ്കോ, നിലമ്പൂർ നഗരസഭ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, PTA ഭാരവാഹികൾ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഈ സംബന്ധിച്ച തീരുമാനമായത്. സ്റ്റേഡിയം ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് യാതൊരുവിധ തീരുമാനങ്ങളും ആകാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിഷയം നിയമസഭയിൽ ആര്യടൻ ഷൗക്കത്ത് MLA ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ച് സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പ് ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറുവാൻ തീരുമാനിച്ചത്. സ്പോർട്സ് ഡയറക്ടറേറ്റ്, കിറ്റ്കോ, നിലമ്പൂർ നഗരസഭ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, PTA ഭാരവാഹികൾ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച് തീരുമാനം എടുത്തത്. സ്റ്റേഡിയത്തിന്റെ പൂർത്തിയാകാത്ത ഗ്യാലറിയുടെയും ഡ്രൈനേജിന്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുവാനും നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയിൽ നിന്നോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഓൺ ഫണ്ടിൽ നിന്നോ വകയിരുത്തും. ആര്യടൻ ഷൗക്കത്ത് MLA രക്ഷാധികാരിയായും നഗരസഭാ ചെയർപേഴ്സൺ പ്രസിഡന്റും നഗരസഭാ സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, സെക്രട്ടറി, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, ജില്ലാ കളക്ടറുടെ പ്രതിനിധി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധി, 2 കായിക താരങ്ങൾ, PTA പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളുമായുള്ള ഗവേണിംഗ് കമ്മിറ്റിക്കായിരിക്കും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതല.
2019 ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പാവകാശം 7 വർഷമായിട്ടും കൈമാറാത്തത് പ്രതിസന്ധിയിലായിരുന്നു. സ്റ്റേഡിയം കൈമാറാത്തത് ആര്യടൻ ഷൗക്കത്ത് MLA സബ് മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് മറുപടി നൽകിയത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, സ്പോർട്സ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ KK ദീപേഷ്, കിറ്റ്കോ സീനിയർ കൺസൾട്ടന്റ് M ബൈജു ജോൺ, കൗൺസിലർമാരായ TT റജീന, M ഷിഹാബ്, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, ഹെഡ്മാസ്റ്റർ A അബ്ദുറഹിമാൻ, PTA പ്രസിഡന്റ് പാറപ്പുറവൻ മുജീബ് റഹ്മാൻ, SMC ചെയർമാൻ കോയ കടവത്ത് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂരിന്റെ കായിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷകൾ പകരുന്ന രീതിയിലാണ് 18.5 കോടി രൂപയോളം ചിലവഴിച്ച് ഈ സ്റ്റേഡിയം മാനവേദൻ സ്കൂളിന്റെ ആ ഒരു ഗ്രൗണ്ടിൽ നിർമ്മിച്ചത്. എന്നാൽ ഈ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രവർത്തനങ്ങളും അതിന്റെ തീരുമാനങ്ങളും ആകാത്തത് കാരണം ഇതിങ്ങനെ നാശോന്മുഖമായി കിടക്കുകയായിരുന്നു. നിരവധിയായ കായിക പ്രതിഭകൾക്ക് വളർന്നു വരുവാൻ സാഹചര്യം ഒരുങ്ങുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണിത്. ഈ സ്റ്റേഡിയത്തിന് ഇപ്പോൾ ഗവേണിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് വഴി ഇനി തുടർന്ന് അങ്ങോട്ട് സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പും തുടർ പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വണ്ടൂർ വിദ്യാഭ്യാസ ഓഫീസിൽ കേടെക്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എത്തിയ അധ്യാപകർക്ക് കടുത്ത ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതും കൃത്യമായ രീതിയിൽ ക്രമീകരണങ്ങളോടുകൂടി ഈ വെരിഫിക്കേഷൻ നടത്താത്തതുമാണ് അധ്യാപകരെ വലച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മഴ നനഞ്ഞൊക്കെയാണ്, പലർവ് വളരെ ദൂരം വരി നിന്നൊക്കെയാണ് ഈ വെരിഫിക്കേഷനിൽ അധ്യാപകർ പങ്കെടുത്തത്. മണിക്കൂറുകളോളം അധ്യാപകർക്ക് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ വെരിഫിക്കേഷനായി കാത്തു നിൽക്കേണ്ടി വന്നു. 100 കണക്കിന് അധ്യാപകരാണ് കേടെക്ട് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി വണ്ടൂർ DEO ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നത്. പലവിധ വെരിഫിക്കേഷനുകളും പോലീസ് അന്വേഷണങ്ങളും ഉൾപ്പെടെ പൂർത്തിയാക്കിയ അധ്യാപകരാണ് വീണ്ടും ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും രാവിലെ 7:30 മുതൽ തന്നെ അധ്യാപകർ ഇവിടെ വരി തുടങ്ങിയിരുന്നു. 1, 2, 3, 4 എന്നീ കാറ്റഗറിയിലുള്ള വെരിഫിക്കേഷൻ ഒരേ ദിവസം തന്നെ ഒരേ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് ഈ വലിയ തിരക്കിനും ക്രമക്കേടിനും കാരണമായതെന്ന് അധ്യാപകർ പറഞ്ഞു. ഇതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള വെരിഫിക്കേഷനും പോലീസ് അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായ അധ്യാപകരാണ് ഈ വരി നിന്നുകൊണ്ട് കാറ്ററ്റ് വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇതിന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കാനോ മറ്റു കാര്യത്തിനൊന്നും തന്നെ ഇതിന്റെ ഭാരവാഹികൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. എല്ലാ അധ്യാപകരും രാവിലെ മുതൽ നമ്പർ കിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രവണത ഉൾപ്പെടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രീതി തിരുത്തേണ്ടതാണ്. ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 500-ലധികം ടോക്കണുകൾ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ടെങ്കിലും അധ്യാപകർക്ക് ഇരിക്കുവാനോ വിശ്രമിക്കുവാനോ ഉള്ള യാതൊരു സൗകര്യവും അധികൃതർ ഒരുക്കിയിരുന്നില്ല. തൊട്ടടുത്ത് തന്നെ വലിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴിവായി കിടക്കുമ്പോഴാണ് DEO ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളിൽ വെച്ച് ഇത്തരമൊരു വെരിഫിക്കേഷൻ നടത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇന്നെത്തിയ എല്ലാവരുടെയും പരിശോധനകൾ പൂർത്തിയാക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു. പിന്നെ വലിയ പ്രയാസത്തിലാണ്. കാരണം കാറ്റഗറി 1, 2, 3, 4 മൊത്തം കാറ്റഗറി ഇവിടെ ആയതുകൊണ്ടുള്ള ഒരു പ്രയാസങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് 500ഓളം പിന്നെ ടോക്കൺ ആയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഇരിക്കാനോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ല. വലിയ പ്രയാസത്തിലാണ്. തൊട്ടടുത്ത് വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് മാറ്റി അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കേണ്ടിയിരുന്നു. ധാരാളം അധ്യാപകർ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്, രാവിലെ മുതൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ 500ഓളം ആളുകളെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുമോ എന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിലെങ്കിലും ഇത്തരം വെരിഫിക്കേഷൻ പ്രക്രിയകൾക്ക് കൃത്യമായ മുൻഗണനാ ക്രമവും ടോക്കൺ സംവിധാനവും മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. നമ്മുടെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിൻ്റെയും കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടി പ്രവർത്തിക്കാത്തതിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ വരുന്നത്. അധ്യാപകർക്കാണ് ഇവിടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ പൊതു ഇടങ്ങളിൽ മറ്റ് പൊതു ഓഫീസുകളിലടക്കം സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ക്രിയാത്മകമായി ഇത്തരം കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ വലിയൊരു പരിഹാരമാകും. അത്തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്. വണ്ടൂർ പഞ്ചായത്തിലെ PMAY ലിസ്റ്റിൽ വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ ചേർന്നു. CNA ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്തത്. 579 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നത്.
നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിൽ ഇന്ന് നിലവിൽ 579 ആളുടെ അപേക്ഷയാണ് ഇത് നമ്മുടെ കയ്യിലുള്ളത്. പഴയ രീതിയിൽ 200 ചില്ലാൻ ആൾക്കാർക്ക് ഭൂമിയില്ലാത്തതുകൊണ്ടും മറ്റു കാരണത്താലും നമുക്ക് അഗ്രിമെന്റ് വർക്കം മാറ്റാത്തവരുണ്ട്. ഇനിയും കുറെ ആൾക്കാർക്ക് ഇതിൽ ലിസ്റ്റിൽ വരാനുണ്ട്. അതെല്ലാം അതിന്റെ മുറവാല വരും. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഇത് ഈ പറഞ്ഞ 579 ആളെ അംഗീകരിച്ച് ഇത് നമ്മുടെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. കേന്ദ്ര സംസ്ഥാന വിഹിതം 1,20,000 രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതം 98,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം 1,12,000 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതം 70,000 രൂപയുമാണ് ഒരു ഗുണഭോക്താവിന് ലഭിക്കുക. BDO സന്തോഷ് വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CT ഷാഹുൽ ഹമീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ചെമ്പ്ര, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ K മാധവൻ, ബ്ലോക്ക് മെമ്പർമാരായ സിറാജ് T, മുബഷീർ, പ്രസീദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയവരെയും LSS, USS, NMMS പരീക്ഷകളിൽ വിജയം നേടിയവരെയുമാണ് ആദരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കോടൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും നമ്മുടെ അധ്യാപകര് ഏതാണ്, രക്ഷിതാക്കൾ ഏതാണ് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ മക്കളെ പ്രാപ്തരാക്കുന്നതിൽ നമ്മുടെ അധ്യാപകർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു. ഒരു അധ്യാപകന്റെ ഒരു സംസാരം ഒരു ദിവസം ഞാൻ കേട്ടത്, ആ കുട്ടിയുടെ ഒരു അനുമോദനത്തിൽ ആ കുട്ടി ഫുൾ A+ വാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു അധ്യാപകനാണ്. രക്ഷിതാക്കൾക്ക് ഇല്ല എന്നല്ല, ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി, ആ കുട്ടിക്ക് ആവശ്യമായ പിന്തുണ സപ്പോർട്ട് മുഴുവൻ നൽകിക്കൊണ്ട് ആ കുട്ടി ഫുൾ A+ വാങ്ങിയപ്പോൾ അധ്യാപകൻ പറയാണ്, ആ കുട്ടി രക്ഷിതാക്കൾ പറയാണ്, ഞാൻ എൻ്റെ കുട്ടിയെ രാവിലെ എൻ്റെ അധ്യാപകൻ വിളിക്കും, കുട്ടിയുടെ സാറ് വിളിക്കും, വൈകുന്നേരം എൻ്റെ സാറ് വിളിക്കും. എനിക്ക് ഇടയ്ക്ക് തോന്നും സാറിന്റെ കുട്ടിയാണ് എൻ്റെ കുട്ടി എന്ന് തോന്നുന്നു. അത് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പൊ അധ്യാപകർ എത്രമാത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. വഴിക്കുട പഞ്ചായത്തിൽ നോക്കുമ്പോൾ ഓരോ സ്കൂളുകളും ഓരോ മികവിൽ ഏറ്റവും നല്ല മികവിലാണ്. ഒരു സ്കൂളിലെയും ഈ സ്കൂൾ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരും നന്നായിട്ട് മറ്റു പഞ്ചായത്തുകളിലെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളെല്ലാം നല്ല മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഉഷ വേലു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് എരഞ്ഞിയിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു വർഗീസ്, ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന അഷറഫ്, അംഗം സിൽവി മനോജ്, CDS ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ രാഹുൽ കുമാർ, മാനേജർ ശരത്ത്, വിവിധ കക്ഷി നേതാക്കളായ MI അബ്ദുൾ ഹമീദ്, ജാഫർ പുലിയോടൻ, K ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. വാർത്തകളിലേക്ക് വേഗം മടങ്ങി വരാം. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തിരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ്. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് വഴിക്കടവ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും പൊതുജനങ്ങൾക്ക് വിലക്കുറവിലും വിഷരഹിതവുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുമുള്ള വേദിയായി ഞാറ്റുവേല ചന്ത മാറി. പഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വിളവിന്റെ വിസ്മയം പേരിൽ വിത്ത് വിതരണവും കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിലുള്ള ചക്ക ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ പ്രസിഡന്റ് നിർവഹിച്ചു. പഴം, പച്ചക്കറികൾ, വിത്തുകൾ, തൈകൾ, നടീൽ വസ്തുക്കൾ, നാടൻ വെളിച്ചെണ്ണ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവ ഞാറ്റുവേല ചന്തയിൽ വിറ്റഴിക്കപ്പെട്ടു. മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ നിന്നും എത്തിച്ച വിവിധ ഇനം തൈകളും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് ഉഷ വേലു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ നിതിൻ, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ശരത്ത് എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് എരഞ്ഞിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു വർഗീസ്, ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന അഷറഫ്, അംഗം സിൽവി മനോജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീജയ്, CDS ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സ്മിഷ നായർ, ശരണ്യ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ആവാസ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കായി സ്പെഷ്യൽ ഗ്രാമസഭ മമ്പാട് ഗ്രാമപഞ്ചായത്തിലും ഇന്ന് ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത ഈ ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്ര കൂടി ഉണ്ടല്ലോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്, ഇനി NRGS എന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പറയും അതിൻ്റെ പേര് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് റാംജി റാവു സ്പീക്കിംഗ് എന്നാണ് പറയല്. അതിൻ്റെ പേര് പഠിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും ഒരു മാസം എന്തായാലും വേണ്ടി വരും. VBG റാംജി, ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേര് മാറി പുതിയ പദ്ധതിയാണ് വരുന്നത്. അപ്പോൾ അതിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് BDOയും ബ്ലോക്ക് ഹൗസിംഗ് ഓഫീസറുമായ ലിസ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ PP ഷമീർ ശുചിത്വ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്തലിങ്ങൽ മുഹമ്മദ് അലി, ബ്ലോക്ക് മെമ്പർമാരായ ശ്രീധരൻ ഇളമ്പുഴ, റസാഖ് PP എന്നിവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഗീതാ ചന്ദ്രൻ, സരോജിനി ഗോപാലൻ, KT ഷാജി, VEO നിഷ, പഞ്ചായത്ത് അംഗങ്ങളായ അഫ്സൽ മുത്തു, ശ്രീനിവാസൻ, മുസ്തഫ മധുരക്കറിയൻ, അഷറഫ് ടാണ, രജീഷ് U, രാജേഷ് വീട്ടിക്കുന്ന്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗണേഷ് എന്നിവരും ആശംസകൾ നേർന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ VEO ഷെരീഫ് K നന്ദി പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തു. ഒരറിയിപ്പാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള നിലമ്പൂർ വെളിയന്തോട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ JPHN തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖം ജൂലൈ 7 രാവിലെ 10 മണിക്ക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കും. യോഗ്യത ജനറൽ നഴ്സിംഗ്. നിശ്ചിത യോഗ്യതയുള്ള SC/ST വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുമായി ഹാജരാകണമെന്ന് അറിയിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചിലവിട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പിന് ഗവേണിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് സ്റ്റേഡിയത്തിന്റെ ചുമതല ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറുവാൻ തീരുമാനമായത്. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ കേടെക്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എത്തിയ അധ്യാപകർ കടുത്ത ദുരിതത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലാത്തതാണ് അധ്യാപകരെ വലച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ PMAY ലിസ്റ്റിൽ വന്ന ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. 579 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കോടൻ നിർവഹിച്ചു. പ്രേക്ഷകരെ, ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പിട്ടാപ്പിള്ളിൽ ഏജൻസി
വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.